ഗെയിം വെച്ചാൽ വരാം അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി ചെയ്യേണ്ടതാണ്. അപ്ഡേറ്റിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് വന്നേക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ ബാക്കി കുറച്ച് ഐറ്റംസ് കൂടെ വരാനുണ്ട്. നമ്മൾ പറഞ്ഞാൽ അത് വേറൊന്നുമല്ല, നമ്മുടെ കാറിൻ്റെ അകത്ത് സ്കിൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഈ സ്കിൻസും കാര്യങ്ങളൊക്കെ ഇന്ന് എങ്ങനെയാണ് ഈ ഓരോരോ വണ്ടിക്ക് എങ്ങനെയാണ് ആഡും കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് ഇതിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നെയാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യേണ്ടതാണ്. അവർ ഇത് അറിഞ്ഞ് കാണത്തില്ല, പുതിയ സ്കിൻസിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ വന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പുതിയ ഫീച്ചറും കാര്യങ്ങളും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കാറും കാര്യങ്ങളും വേണം. ആദ്യം തന്നെ ഞാനിവിടെ ബുഗാട്ടി V2 കാർ, നമ്മുടെ ബുഗാട്ടിയുടെ പഴയ ബുഗാട്ടി കാറും കാര്യങ്ങളും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പഴയ ബുഗാട്ടി കാറും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ ഇതിനകത്തോട്ട് ഒരു ചെറിയൊരു കോഡും കാര്യങ്ങളും അടിക്കുമ്പോഴാണ് നമുക്ക് സ്കിൻസും കാര്യങ്ങളൊക്കെ ആഡ് ആവുന്നത്. അപ്പോൾ സ്കിൻസ് കസ്റ്റമൈസ് ആണോ എന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ഞാനത് കാണിച്ചിരുന്നതാണ്. അതിന് വേണ്ടി നമ്മൾ RGS ടൂൾ എടുക്കുന്നതാണ്. എന്നിട്ട് അവിടെ ലോഡ് CP എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യണം. ലോഡ് CP എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗാലറിയിലോട്ട് പോകാൻ പറ്റും. അപ്പം ഒന്നുകൂടെ ഞാൻ ശ്രദ്ധിച്ച് പറയുവാണ്, ലോഡ് CP LOAD CP എന്ന് നമ്മൾ സ്പേസ് ഇല്ലാതെ അടിക്കണം. സ്പേസ് വേണ്ട, ലോഡ് CP എന്ന് ചുമ്മാ അടിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ കൊടുക്കുന്നത് നിങ്ങളുടെ ഗാലറിയിലോട്ടും. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൂഗിളിൽ നിന്ന് കിട്ടും. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ സ്കിൻസ് എന്ന് കാറിൻ്റെ സ്കിൻസ് എന്ന് പറഞ്ഞാൽ അടിച്ചാലും മതി. അങ്ങനെ എടുക്കുന്ന സമയത്താണെങ്കിൽ ആ സ്കിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ തൊട്ട് നമുക്ക് ഈ കാറിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ ആ സ്കിൻസ് ആഡ് ചെയ്തതിന് ശേഷം പിന്നെയും ഞാൻ RGS ടൂൾ എടുത്തിട്ട് CP എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ നമുക്ക് ആ സ്കിൻസും കാര്യങ്ങളും ഇവിടെ ആഡ് ആയത് കാണാൻ പറ്റും. നമ്മുടെ ബുഗാട്ടി V2 നമുക്ക് കാറും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ വേറെയും കുറേ കാർസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിനകത്തും ഓരോന്നായിട്ട് ഞാൻ ആഡ് ചെയ്ത് കാണിച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ മെക്ലാറിൻ കാറും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ മെക്ലാറിനകത്തോടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും കളറും കാര്യങ്ങളും വൈറ്റ് ആക്കിയിട്ട് നിങ്ങളുടെ ഗ്രാഫിക്സും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. വൈറ്റ് ആക്കാതെ എടുത്തു കഴിഞ്ഞാലുള്ള പ്രോബ്ലം കാര്യങ്ങൾ എന്താ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ എൻ്റെ അതിനകത്ത് യെല്ലോ ആണ് കിടക്കുന്നത്. ഇനി ഞാൻ ഒരു ഗ്രാഫിക്സ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ CP എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഗ്രാഫിക്സ് നമ്മുടെ ഇതിനകത്തോട്ട് വരും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. അപ്പം കാണാൻ കുറച്ച് രസം കാണത്തില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഏത് കാർ എടുത്താലും അതിൻ്റെ കളറും എല്ലാം ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളൊരു വൈറ്റ് കളർ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഫോർച്യൂണറിൻ്റെ ഞാനങ്ങനെ വൈറ്റ് കളർ കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഓൾറെഡി ഇതിനകത്ത് കസ്റ്റമൈസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ ലോഡ് CP എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു ഗ്രാഫിക്സ് ആഡ് ചെയ്തപ്പം വിഷയമായിട്ടാണ് എനിക്ക് ഗ്രാഫിക്സ് കാര്യങ്ങൾ കിട്ടിയത്. എനിക്ക് കാണാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ സെയിം സാധനം തന്നെ നമുക്ക് ക്ലാറിന് അടിച്ച ആ ഗ്രാഫിക്സ് തന്നെ ഞാൻ ഇതിനകത്തോട്ട് കൊണ്ടുവന്നപ്പോൾ കിട്ടില്ലനായിട്ട് നമുക്ക് ആ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു എടുപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് വൈറ്റ് ആക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പം എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഡോറിൻ്റെ സൈഡിൽ തന്നെ വരുമ്പോൾ നമുക്കിവിടെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡോറിൻ്റെ സൈഡിൽ തന്നെ നിന്നുകൊണ്ട് വേണം നമ്മുടെ ഈ ഒരു ടൂളും കാര്യങ്ങളും യൂസ് ചെയ്യാൻ, ഈ ഫീച്ചറും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ വന്നിട്ട് ലോഡ് CP എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യണം. ലോഡ് CP ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഗ്രാഫിക്സ് ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മളത് ഗൂഗിൾ ഡ്രൈവായിട്ട് നമ്മൾ പറഞ്ഞാൽ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ലിങ്ക് വഴിയായിട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം അതങ്ങനെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ ഗ്രാഫിക്സും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ കുറേ എണ്ണം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം അതിന് വേണ്ടിയിട്ട് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഓൺ കസ്റ്റമൈസ് ചെയ്ത് കുറച്ച് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതല്ല, ഇപ്പം ഞാൻ കാണിക്കുന്ന സാധനങ്ങളല്ല, കാണിക്കുന്നതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ നമ്മുടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമൻസും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഫയൽ വേണം, ഗ്രാഫിക്സിൻ്റെ ഫയൽ വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ഒരു ഗ്രാഫിക്സിൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുകയാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾക്ക് ഗ്രാഫിക്സ് എന്നോ അല്ലെങ്കിൽ കാറിൻ്റെ ഗ്രാഫിക്സ് എന്നോ എല്ലാം ടൈപ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം അവിടെ ചെന്നതിന് നിങ്ങൾക്ക് ഇതുപോലത്തെ കുറേ കസ്റ്റമൈസ് ഉള്ള സാധനങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് പോയി എടുക്കാവുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ അങ്ങനെ നോക്കുന്നതാണ്, അതുപോലെ തന്നെ ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എടുക്കും എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തോളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫയൽ വേണമെന്നുണ്ടെങ്കിൽ ഫയൽ എന്ന് പറഞ്ഞ് കമൻറ്റ്സ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഫയലായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും ഐറ്റംസ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കാറിന് മാത്രം പറ്റത്തുള്ളൂ, ഈ സ്കിൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് കുറേ പേർക്ക് ഡൗട്ട്സും കാര്യങ്ങളുണ്ടായിരിക്കും. എന്നാൽ ആ ഡൗട്ട്സ് കാര്യങ്ങൾ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. നമുക്കിത് കാറിന് മാത്രമല്ല, കാറിനടിക്കാം, ബൈക്കിനടിക്കാം, ട്രാക്ടറിനടിക്കാം,
വേറെ കുറേ നമ്മുടെ ഇതിൻ്റകത്ത് വന്നിരിക്കുന്ന ഐറ്റംസിനും കാര്യത്തിനൊക്കെ നമുക്ക് അടിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ചില കാര്യത്തിൽ മാത്രമേ നമുക്ക് പറ്റത്തില്ല, ആഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഹെലികോപ്റ്ററിൻ്റെ കാര്യത്തിനൊന്നും പറ്റത്തില്ല. 8,000 വിളിച്ച ഹെലികോപ്റ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. അപ്പം അതിനകത്തൊന്നും നമുക്ക് സ്കിൻസും കാര്യങ്ങളും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. വേണമെങ്കിൽ വരുന്ന അപ്ഡേറ്റ്സിനകത്തോട്ട് നമുക്ക് ആ ഒരു ഫീച്ചറും കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഐറ്റംസും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ, ഹെലികോപ്റ്ററിനകത്തൊക്കെ സ്കിൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഡെവലപ്പർ സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മളോട് സ്കോർപ്പിയോയ്ക്കും വേറെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ വേറെ കുറേ കാർസിനൊക്കെ നമുക്ക് സ്കിൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. കാർസിന് കൊടുക്കാം, ബൈക്സിന് കൊടുക്കാം. ബൈക്സിന് കൊടുക്കുമ്പോൾ കുറച്ച് യൂണിക്കായിട്ടുള്ള കുറച്ച് എടുത്തിരിക്കുന്ന റിച്ചിരിക്കുന്ന കളേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും. അല്ല നമ്മൾ നോർമലായിട്ടില്ല ഇങ്ങനത്തെ കളേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇപ്പം ഞാൻ കൊടുക്കുന്ന കളേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല, കുറച്ച് ചെറുതായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തായിരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫയലും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് അയച്ചിരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് പോയി ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. കമൻറ്റ് അനുസരിച്ചിട്ട് നമുക്കത് കാണുമ്പോൾ സന്തോഷമായിരിക്കും. എന്തായാലും നിങ്ങളിത് പോയി ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ടാണ്, നിങ്ങൾ ഗെയിമിൽ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടൊന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കിട്ടുന്നില്ലെങ്കിൽ എന്താണ് റീസണും കൂടെ പറയേണ്ടതാണ്. ഓൾസോ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ RGS ടൂൾ എടുക്കേണ്ടതാണ്. അതിൻ്റെ അകത്ത് നമ്മൾ വണ്ടിയുടെ സൈഡ് ഡോറിൻ്റെ സൈഡിലെത്തണം. നമുക്ക് കയറാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കാര്യമില്ല, ഡോറ് ആ ഒരു സൈഡിലെത്തിയതിന് ശേഷം മാത്രമേ ഈ ഫീച്ചറും കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാവരും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കുറേ പേര് അത് വിട്ടുമായിരിക്കും. ചിലവർ ഇപ്പം നടുക്ക് വന്ന് ഇങ്ങനെയൊക്കെ നിന്നിട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഡോറിൻ്റെ സൈഡിൽ തന്നെ വന്ന് നിന്നിട്ട് ലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്, എന്നാലേ വർക്ക് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ സ്പേസ് വേണ്ട. ലോഡ് CP അടിക്കുമ്പം ഒരുമിച്ച് തന്നെ അടിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ലോഡ് CP അടിച്ച് നമ്മളൊരു ഫയൽ ആഡ് ചെയ്തതിന് ശേഷം, ഫയലില്ലെങ്കിൽ ഗ്രാഫിക്സ് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു CP എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഞാനിപ്പോൾ അടുത്ത കാറും കാര്യങ്ങളും എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് പോലീസ് കാറും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പോലീസ് കാറിനും കാര്യങ്ങളൊക്കെ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് ആദ്യം പറ്റിയിട്ടില്ലായിരുന്നു. എന്നാലും നമ്മളൊരു ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ CP എന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. CP എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ അതിൻ്റെ അകത്ത് ഉള്ള ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഗ്രാഫിക്സ് വേണമെന്നുണ്ടെങ്കിൽ ലോഡ് എടുത്താൽ മതി. ലോഡ് CP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഗ്രാഫിക്സ് ആഡ് ചെയ്തിട്ട് CP എന്ന് കൊടുത്താൽ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ CP എന്ന് കൊടുത്താൽ പഴയത് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എത്ര പേർക്ക് ഒരു ഫീച്ചറും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സും കാര്യങ്ങളായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ചോദിക്കേണ്ടതാണ്, എന്നാലും നമുക്ക് മനസ്സിലായില്ല പ്രോപ്പറായിട്ട് തിരിച്ച് റിപ്ലൈ കാര്യങ്ങളൊക്കെ തരാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും പോയി ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിളിനകത്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ നേരെ പോയി ഗെയിമിൻ്റെ അകത്ത് കയറി ഈ ലോഡ് CP എന്ന് അടിച്ചതിന് ശേഷം നിങ്ങളിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് CP എന്ന് പിന്നെ അടിച്ച് കഴിഞ്ഞാൽ ആ സെയിം ഗ്രാഫിക്സ് തന്നെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് പുതിയ ഗ്രാഫിക്സ് എടുക്കണമെങ്കിൽ ലോഡ് CP എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ പുതിയത് വരുന്നതായിരിക്കും. പഴയത് മതി എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ പഴയത് തന്നെ പഴയ പല കാറിനും കൊടുക്കണമെന്നുണ്ടെങ്കിൽ CP എന്ന് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇപ്പം ഒരു ഗ്രാഫിക്സ് കൊടുത്ത കാറാണെങ്കിൽ പോലും അതിനകത്തോട്ട് നമ്മൾ പിന്നെയും ലോഡ് CP എന്ന് കൊടുത്തിട്ട് പുതിയ ഗ്രാഫിക്സ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാറിന് നമ്മളെടുത്ത് കാണിക്കുന്നുണ്ട്, ഒരു പെർഫെക്റ്റ് ഗ്രാഫിക്സും കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ കാറിന് എങ്ങനെയാണ് ഒരു ഗ്രാഫിക്സും കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുക നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരുന്നതാണ്. ലാസ്റ്റ് ഇപ്പോൾ കാണുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഞാനിവിടെ ലോഡ് CP എന്ന് അടിച്ചിട്ട് ഞാൻ ഒരു കിടിലൻ ഗ്രാഫിക്സും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാറിനകത്തോട്ട്. അപ്പോൾ ഞാൻ താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു റെഡ് ഷെയ്ഡ് പോലെ ഒരു ഗ്രാഫിക്സ് എൻ്റെ സൈഡിലുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിപ്പോൾ ആഡ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് നോക്കുമ്പോൾ എനിക്ക് കിടിലിനായിട്ട് ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും മസ്റ്റോട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പം എത്ര പേർക്ക് ഈ ഒരു സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീച്ചറും കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇനി വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മളെല്ലാത്തിനും ലീക്സും കാര്യങ്ങളും ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യേണ്ടതാണ്. ഞാൻ അതിൻ്റെ അകത്താണ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആദ്യം ഇടുന്നത്. അതിന് ശേഷമായിരിക്കും നമ്മൾ വീഡിയോ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും എൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഐറ്റംസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മളത് നെക്സ്റ്റ് വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും.